ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം വിഷ്ണുതന്വേരത്നദീപം അജാനുബാഹുമരവിന്ദദളായുധാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരിപരിപൂർണലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണത്തിലെ അയോധ്യാപ്രതിയാനം എന്ന് പറയുന്ന സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ പുഷ്പവിമാനത്തിലേറി രാമനും സീതയും ലക്ഷ്മണനും ആ സുഗ്രീവാദികളായ വനരന്മാരും വിഭീഷണൻ തുടങ്ങിയ രാക്ഷസന്മാരും എല്ലാവരും കൂടി ആ ലങ്കയിൽ നിന്ന് മടങ്ങുന്നതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അങ്ങനെ ആ വിമാനം ഇവരെ എല്ലാവരും കയറിയതിനു ശേഷം അത് ആകാശമാർഗത്തിലേക്ക് ഉയർന്നു. അങ്ങനെ ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് ആ സീതയ്ക്ക് ആ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. മാർഗനിർദ്ദേശമാണ് ശരിക്ക്, മാർഗവർണ്ണനയാണ് ഇതിൽ ശരിക്കും നടക്കുന്നത് എന്ന് പറയാം. ഈ ത്രികൂടപർവ്വതത്തിൻ്റെ ശിരസിൽ നിലകൊള്ളുന്നതും വിശ്വകർമാവ് നിർമ്മിച്ചതും കൈലാസം പോലെ തിളങ്ങുന്നതുമായ ഈ ലങ്ക കണ്ടാലും എന്നാണ് ആദ്യം രാമൻ സീതയോട് പറയുന്നത്. ഇവിടെ വെച്ചാണ് ആ രാക്ഷസന്മാരും വനരന്മാരും തമ്മിലുള്ള യുദ്ധം നടന്നത്. ഇവിടെ വെച്ചാണ് നിനക്ക് വേണ്ടി എന്നാൽ കൊല്ലപ്പെട്ട ആ രാക്ഷസ രാജാവ് രാവണൻ കിടക്കുന്നത്. ഇവിടെ വെച്ചാണ് കുംഭകർണൻ കൊല്ലപ്പെട്ടത്. പ്രഹസ്തനും ധൂമ്രാക്ഷനും എല്ലാം കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ച് തന്നെയാണ്. ഇവിടെയാണ് വിദ്യുന്മാലി എന്ന് പറയുന്ന രാക്ഷസനെ സുഷേണൻ വധിച്ചത്. രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചതും ഇവിടെ തന്നെയാണ്. വികടൻ എന്ന് പറയുന്ന രാക്ഷസനെ അംഗദൻ വധിച്ചതും ഇവിടെ തന്നെയാണ്. ത്രിശിരസ്, അധികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മത്തൻ, യുദ്ധോന്മത്തൻ, കുംഭകർണപുത്രന്മാരായ കുംഭൻ, നികുംഭൻ, വജ്രദംഷ്ട്രൻ, ദംഷ്ട്രൻ എന്ന് പറയപ്പെടുന്ന മറ്റു പല രാക്ഷസന്മാരും ഇവിടെ കൊല്ലപ്പെട്ടു. മകരാക്ഷനും എന്നാൽ കൊല്ലപ്പെട്ടു. അകമ്പനനും ശോണിതാക്ഷനും യൂപാക്ഷനും പ്രജംഘനും എല്ലാം ഇവിടെ വെച്ച് തന്നെയാണ് എന്നാൽ കൊല്ലപ്പെട്ടത്. ആ ക്രൂരദർശനായ രാക്ഷസൻ വിദ്യുജ്ജഹനെ കൊന്നതും ഇവിടെ വെച്ച് തന്നെയാണ്. യാഗങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവനും ബലശാലിയുമായ സുപ്തഘ്നനും സൂര്യൻ്റെ പോലും ശത്രുവും പിന്നീട് ബ്രഹ്മാവിൻ്റെ ശത്രുവും ആയവരും എല്ലാം ഇവിടെ വെച്ച് നിഹതന്മാരായി. 1000-ലേറെ സപത്നിമാരാൽ ചുഴപ്പെട്ട് ആ മണ്ഡോദരി രാവണനെ ചൊല്ലി വിലപിച്ചതും ഇവിടെ തന്നെയാണ്. ശോഭനെ ഇതാണ് കടലിൻ്റെ ആ കടവ്. ഇവിടെയാണ് കടൽ കടന്ന് അന്ന് രാത്രി ഞങ്ങൾ എത്തിയത്. ഉപ്പുകടലിൽ ഞാൻ നിർമ്മിച്ച സേതു. നളനാണ് എൻ്റെ നിർദ്ദേശപ്രകാരം നിർബന്ധിച്ചത്. ആ സേതു നീ കണ്ടാലും ശംഖും മുത്തും നിറഞ്ഞതും കലർന്നതും അതിരച്ചതും അക്ഷോഭ്യവുമായ ഈ സമുദ്രത്തിനെ അല്ലേ സീതയെ നീ കണ്ടുകൊണ്ടു. ഹിരണ്യനാഭം എന്ന പൊന്മാമലയാണ് ഇത്. കടലിനുള്ളിൽ കിടക്കുന്ന ഇത് ഹനുമാന്റെ വിശ്രാമത്തിനായിട്ട് ഉള്ളിൽ ഉയർന്നു വന്നതാണ്. ഇവിടെയാണ് പടകുടീരം. ആ മഹാദേവൻ്റെ പ്രസാദം കൊണ്ട് ഇവിടെ വെച്ചാണ് ഈ പെരുങ്കടലിനെ സേതു ബന്ധിക്കാനുള്ള ആരംഭം ഞാൻ ചെയ്തത്. ഇത് പരമപവിത്രവും മഹാപാതകനാശവുമാവുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് രാക്ഷസ രാജാവായ വിഭീഷണൻ എന്നെ വന്ന് കണ്ടതും അദ്ദേഹത്തിനെ ഞാൻ ലങ്കാവതിയായിട്ട് അഭിഷേകം ചെയ്തതും. സീതേ ഇതാണ് കിഷ്കിന്ധ. സുഗ്രീവൻ്റെ മനോഹരമായ കൊട്ടാരമാണിത്. ഇവിടെ വെച്ചാണ് ഞാൻ ബാലിയെ വധിച്ചത്. ബാലി ഇങ്ങനെ ജീവിച്ചിരുന്ന ആ കിഷ്കിന്ധ കണ്ടപ്പോൾ സീതാദേവി പറഞ്ഞു, അല്ലേ ഭഗവാനെ, ആ താര തുടങ്ങിയ വാനര സ്ത്രീകളെ കൂടി ഒന്ന് കാണണമെന്നും അവരെയും അയോധ്യയിലേക്ക് കൊണ്ടുപോകണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സീതയുടെ ആഗ്രഹം കേട്ടപ്പോൾ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ആ കിഷ്കിന്ധയിൽ എത്തിയപ്പോൾ വിമാനം താഴേക്ക് ഇറങ്ങി സുഗ്രീവനോട് പറഞ്ഞു, അല്ലേ വനര രാജാവേ, അങ്ങ് ആ വനര സ്ത്രീകളെ എല്ലാവരെയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അവർക്കും വളരെ സന്തോഷമായി. ആ വനരന്മാരൊക്കെ കുറേ കാലമായിട്ട് പത്നിമാരെ കാണാതിരിക്കുന്നവരായിരുന്നല്ലോ. അവരും ആ തങ്ങളുടെ പത്നിമാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് വളരെ വേഗത്തിൽ വന്നു. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് വീണ്ടും വിമാനം അയോധ്യയിലേക്ക് പറക്കാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ്. ആ അയോധ്യയിൽ ചെന്ന് ദശരഥ സ്ത്രീകളെയെല്ലാം കാണാമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ആ വനര സ്ത്രീകൾക്ക് അദ്ദേഹം നൽകിയത്. അങ്ങനെ രാമൻ വീണ്ടും ഋഷ്യമുഖപർവ്വതത്തിൻ്റെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ ഋഷ്യമുഖപർവ്വതത്തിനെ കാണിച്ചു കൊടുത്തു. സീതേ, ഇവിടെ കാണുന്ന ഈ പർവ്വതമാണ് ഋഷ്യമുഖം എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് ഞാൻ സുഗ്രീവനെ കണ്ടതും സുഗ്രീവനുമായി സഖ്യം ചെയ്തതും ബാലിയെ വധിക്കാനുള്ള ശപഥം ചെയ്തതും.
ഇത് ആ വിചിത്രങ്ങളായ കാനനങ്ങളോടുകൂടിയ പമ്പാസരസ് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ചാണ് നിന്നെ പിരിഞ്ഞ ദുഃഖത്താൽ ഏറെ വിലപിച്ചുകൊണ്ട് ഞാൻ നടന്നത്. ഇതാ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഈ സ്ഥലത്താണ് ശബരിയുടെ ആശ്രമം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ആ ശബരി ഞാൻ കണ്ടുമുട്ടിയതും അവളിൽ നിന്ന് നിൻ്റെ വൃത്താന്തങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതും. ഇതാ ഇതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്നതാണ് കബന്ധൻ എന്ന് പറയുന്ന അസുരൻ. യോജനകൾ നീളമുള്ള വലിയ കൈകൊണ്ട് ഞങ്ങളെ തടഞ്ഞ അസുരനാണ്. ആ അസുരനെ ഞാൻ വധിച്ചത് ഇവിടെയാകുന്നു. ഇതാ സീതയെ ഈ കാണുന്നതാണ് നമ്മൾ വളരെ സുഖമായി ജീവിച്ചിരുന്ന ജനസ്ഥാനം എന്ന് പറയുന്ന സ്ഥലം, പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലം. ഇതാ അവിടെ വെച്ചാണ് ആ ജടായു എന്ന് പറയുന്ന പക്ഷി ശ്രേഷ്ഠൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത്. ഈ ജനസ്ഥാനത്തിൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഖരനെയും ദുഷണനെയും ത്രിശിരസിനെയും ഞാൻ വധിച്ചത്. നിനക്കതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇതാ നമ്മുടെ മനോഹരമായ പർണശാല. ഇവിടെ വെച്ചാണല്ലോ രാവണൻ നിന്നെ ബലാത്കാരമായിട്ട് അപഹരിച്ചു കൊണ്ടുപോയത്. ഇനി ഇതാ അഗസ്ത്യ ആശ്രമമാണ് ഇനി കാണുന്നത്. വാഴകളൊക്കെ ചുഴന്നു നിൽക്കുന്ന അഗസ്ത്യൻ്റെ ആശ്രമം. അതിനടുത്ത് തന്നെയാണ് സുധീഷ്ണൻ്റെ ആശ്രമം. അതിൻ്റെ അപ്പുറത്താണ് ഇതാ ശരഭംഗൻ്റെ ആശ്രമം. ഇവിടെയൊക്കെ നമ്മളന്ന് സന്ദർശിച്ച കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ദേവേന്ദ്രൻ ഇവിടെ വെച്ചാണ് എന്നെ വന്ന് കണ്ടത്. ഇവിടെ വെച്ച് തന്നെയാണ് ആ വിരാധനെ ഞാൻ കൊന്നതും. ഇതാ ആ താപസന്മാരെയൊക്കെ നമുക്ക് കാണാം. ധാരാളം താപസന്മാർ അവിടെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ മുമ്പ് ഈ വനവാസക്കാലത്ത് കണ്ടതാണല്ലോ. ഇതാണ് ആ ചിത്രകൂട പർവ്വതം. ആ ചിത്രകൂട പർവ്വതത്തിൽ വെച്ചാണ് നമ്മൾ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞതും ഭരതൻ വന്നതും അച്ഛൻ്റെ ശ്രാദ്ധാദി കർമ്മങ്ങൾ നടത്തിയതും ഭരതനെ തിരിച്ചയച്ചതുമൊക്കെ ഇവിടെ വെച്ചാണ്. ഇതാ ആ കാണുന്നതാണ് ഭരദ്വാജാശ്രമം. ഭരദ്വാജൻ്റെ ആശ്രമം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എൻ്റെ സുഹൃത്തായ ഗുഹൻ താമസിക്കുന്ന ശൃംഗിവേരപുരം എന്ന് പറയുന്ന രാജ്യം. ഇതാ അതിനപ്പുറത്ത് കാണുന്നു ആ നദീതീരത്തായിട്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് സരയൂ നദി. ആ സരയൂ നദിയുടെ തീരത്തുള്ള മനോഹരമായ അയോധ്യയെ നിനക്ക് കാണാനില്ലേ? ആ അയോധ്യയെ പ്രണമിക്കൂ എന്ന് ശ്രീരാമൻ സീതയോട് പറഞ്ഞു. ഈ അയോധ്യ എന്ന് കേട്ടപ്പോഴേക്കും ആ വാനരന്മാർക്കും രാക്ഷസന്മാർക്കും എല്ലാവർക്കും വളരെ ആർത്തി കൊണ്ടുകൊണ്ട് ആ നഗരിയെ നോക്കിക്കൊണ്ട് അവരങ്ങനെ നോക്കാൻ വേണ്ടി അവരൊക്കെ തിരക്ക് കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്.